തീർച്ചയായും ഈ വാർത്ത 2 ദിവസം മുമ്പ് മിനിയാന്ന് തന്നെ ശ്രീ ബഹുമാനപ്പെട്ട കാന്തപുരത്തിന്റെ ഓഫീസിൽ നിന്ന് വരികയും നമ്മൾ ഉൾപ്പെടെയുള്ള ന്യൂസ് ഉൾപ്പെടെയുള്ള ആളുകൾ നമ്മൾ ചർച്ച ചെയ്തു എന്നുള്ളതാണ് എന്റെ ഓർമ്മ. എന്നെ തന്നെ വിളിച്ചിരുന്നു എന്നാണ് എനിക്ക് തോന്നുന്നത്. അതിനുശേഷം ഇന്ന് അദ്ദേഹം തന്നെ ബഹുമാനപ്പെട്ട കാന്തപുരം തന്നെ ദ ഫെഡറൽ എന്ന് പറയുന്ന ഒരു ഇംഗ്ലീഷ് ഓൺലൈൻ പോർട്ടലിന് നൽകിയ അഭിമുഖത്തിൽ അദ്ദേഹത്തിന്റെ നേരിട്ടുള്ള അഭിമുഖത്തിനകത്ത് അദ്ദേഹം തന്നെ വ്യക്തമാക്കുന്നുണ്ട്, ഈ 28-ാം തീയതി നടന്ന ചർച്ചയ്ക്കകത്ത്, ഈ ചെന്നൈയിൽ വെച്ച് നടന്ന ഉന്നതതല ചർച്ചയ്ക്കകത്ത് വെച്ചാണ് ഈ പറയുന്ന നിമിഷപ്രിയയുടെ വധശിക്ഷ റദ്ദാക്കാൻ വേണ്ടി തീരുമാനമായിരിക്കുന്നത്. എങ്കിലും ബാക്കി കാര്യങ്ങൾക്കകത്ത് മോചന കാര്യങ്ങൾക്കകത്ത് കൂടുതൽ ചർച്ചകൾ മുന്നോട്ട് പോകേണ്ടതുണ്ട്. നിമിഷപ്രിയയ്ക്ക് ജയിൽ ശിക്ഷ നൽകണമെന്നുള്ള ആവശ്യം അവരുടെ ഭാഗത്ത് ഉയർന്നു വരുന്നുണ്ട്. എന്നാൽ ദിയാദനം നൽകിക്കൊണ്ട് നിമിഷയെ പൂർണ്ണമായും മോചിപ്പിക്കാൻ വേണ്ടിയുള്ള ഇടപെടലുകൾ, ശ്രമങ്ങളാണ് ഇപ്പോൾ നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഏതായാലും ഈ നിമിഷയുടെ വധശിക്ഷ റദ്ദാക്കി എന്ന് അദ്ദേഹം ബഹുമാനപ്പെട്ട കാന്തപുരം അബൂബക്കർ മുസ്ലിയാർ തന്നെ ഇന്ന് ദ ഫെഡറൽ എന്ന് പറയുന്ന ഒരു ഇംഗ്ലീഷ് ഓൺലൈൻ പോർട്ടലിൽ നൽകിയ അഭിമുഖത്തിൽ സ്ഥിരീകരിക്കുന്നുണ്ട്. അത് പിന്നീട് അഭിമുഖം എന്ന് പറയുന്ന മലയാളം ഓൺലൈൻ പോർട്ടൽ എടുത്ത് പ്രസിദ്ധീകരിച്ചിട്ടുണ്ട്. അപ്പോൾ ഇത് അദ്ദേഹം തന്നെ നേരിട്ട് കേരളീയ സമൂഹത്തോട്, ഇന്ത്യൻ സമൂഹത്തോട് ഒരു മാധ്യമത്തിലൂടെ തുറന്നു പറയുകയാണ്. ആ തുറന്നു പറച്ചിലിനെ നേരത്തെ ഞങ്ങൾ ഇക്കാര്യം സൂചിപ്പിച്ചിരുന്ന സമയത്ത് നിമിഷപ്രിയ ആക്ഷൻ കൗൺസിലിന്റെ ഭാരവാഹികളും കാന്തപുരം അബൂബക്കർ മുസ്ലിയാറിന്റെ ഓഫീസും ഒക്കെ ഇക്കാര്യം നേരത്തെ തന്നെ മാധ്യമങ്ങളോട് സൂചിപ്പിച്ചിരുന്നതാണ്. പക്ഷേ എന്നിട്ട് പോലും ചില സംശയത്തിന്റെ മുനകളിൽ നിൽക്കുകയായിരുന്നു പല വ്യക്തികളും. ഇപ്പോൾ അദ്ദേഹം തന്നെ നേരിട്ട് ഇക്കാര്യം ഒരു മാധ്യമത്തോട് തുറന്ന് ഇക്കാര്യങ്ങൾ പങ്കുവച്ചിരിക്കുകയാണ്. ലക്ഷക്കണക്കിന് വരുന്ന അനുയായികളുള്ള, ലക്ഷക്കണക്കിന് വരുന്ന വിശ്വാസികളുടെ നേതാവായ ശ്രീ കാന്തപുരത്തെ പോലെയുള്ള ഒരാൾ കേരളീയ സമൂഹത്തെയോ ഇന്ത്യൻ സമൂഹത്തെയോ തെറ്റിദ്ധരിപ്പിക്കുന്ന തരത്തിലേക്കുള്ള വാർത്തകൾ പങ്കുവച്ചെന്ന് നമുക്ക് അത്തരത്തിലുള്ള ചിന്തിക്കാൻ സാധിക്കുകയില്ല. അപ്പൊ സ്വാഭാവികമായും അദ്ദേഹത്തിന് ലഭിച്ച വിശ്വസനീയമായ, അദ്ദേഹത്തിന്റെ സോഴ്സുകളിൽ നിന്ന്, അദ്ദേഹത്തിന്റെ സുഹൃത്തുക്കളിൽ നിന്ന് ലഭിച്ച വിശ്വസനീയമായ വാർത്തകൾ തന്നെയാണ് അദ്ദേഹം ഇന്ന് ഒരു മാധ്യമത്തോട് നേരിട്ട് പങ്കുവച്ചിരിക്കുന്നത്. ഇക്കാര്യം തന്നെയാണ് ഞങ്ങൾ 2 ദിവസം മുമ്പ് അദ്ദേഹത്തിന്റെ അനുമതിയോടുകൂടി അദ്ദേഹത്തിന്റെ ഓഫീസ് അറിയിച്ചതിന്റെ ഭാഗമായി ഞങ്ങൾ പങ്കുവച്ചിരുന്നത്. അത് ഇപ്പോൾ ആശ്വാസകരമായ വാർത്ത തന്നെയാണ്. സാർ, ഒരു കാര്യം കൂടെ, ഇപ്പോൾ നമുക്കറിയാം നിമിഷപ്രിയയുടെ വധശിക്ഷയുമായി ബന്ധപ്പെട്ട് അത് റദ്ദാക്കാൻ കടമ്പകൾ ഏറെ ഉണ്ടായിരുന്നു. നിമിഷപ്രിയയുടെ മോചനത്തിൽ കേന്ദ്ര നിലപാടും അതിൽ പ്രധാനപ്പെട്ട ഒരു ഘടകം തന്നെയാണ്. ഒരു മനുഷ്യജീവൻ രക്ഷിക്കാനുള്ള പ്രവർത്തനങ്ങൾ വിഫലമാകുന്ന കാഴ്ചയൊക്കെ നമ്മൾ കണ്ടിരുന്നു. പക്ഷേ ഇപ്പോഴത്തെ ഒരു ജയിൽ മോചനവുമായി ബന്ധപ്പെട്ട് തന്നെ എന്തൊക്കെയാണ് അതിലെ പ്രധാന അജണ്ടകൾ, അല്ലെങ്കിൽ ഇതുമായി ബന്ധപ്പെട്ട് തന്നെ ഈ ഒരു നിമിഷങ്ങൾ കടന്നു പോകുമ്പോഴും ഈ ഒരു ദിയാദനം, അതൊക്കെ തന്നെയാണോ പ്രധാനമായും ഉന്നയിച്ചിരിക്കുന്ന പ്രധാന കാര്യങ്ങൾ? സ്വാഭാവികമായി ഞാൻ സൂചിപ്പിച്ചു, ഇപ്പൊ വധശിക്ഷ റദ്ദാക്കുക എന്നുള്ളൊരു കാര്യത്തിൽ മാത്രമാണ് ഒരു ധാരണയായിട്ടുള്ളത്. അത് ആ കുടുംബവും ഈ ചർച്ച നടത്തിയ ആളുകളും ഈ അവിടെയുള്ള ഉന്നത യോഗത്തിനകത്ത് വെച്ചെടുത്ത തീരുമാനമാണ് നിമിഷപ്രിയയുടെ വധശിക്ഷ റദ്ദാക്കുക എന്നുള്ളത്. അതേസമയം നിമിഷപ്രിയെ മോചിപ്പിക്കാനോ നിമിഷപ്രിയയുടെ ശിക്ഷ റദ്ദാക്കാനോ ജയിൽ വിമോചിതയാക്കാനോ ഇപ്പോൾ തീരുമാനമായിട്ടില്ല. അപ്പൊ അത്തരം കാര്യങ്ങൾക്കകത്ത് ഇനിയും ചർച്ചകൾ മുന്നോട്ട് പോകേണ്ടതുണ്ട്. എങ്ങനെയാണ് നിമിഷപ്രിയക്ക് മാപ്പ് നൽകാനുള്ള സാധ്യത, അത്തരം കാര്യങ്ങളെ സംബന്ധിച്ചെല്ലാം ഇനിയും ചർച്ചകൾ മുന്നോട്ട് പോകേണ്ടതുണ്ട്. അക്കാര്യത്തിനകത്തൊക്കെ കേന്ദ്ര സർക്കാരിന്റെ സജീവമായിട്ടുള്ള ഇടപെടൽ, പങ്കാളിത്തം ഉണ്ടാകുമെന്നുള്ളൊരു പ്രതീക്ഷയാണ് ഞങ്ങൾ ആക്ഷൻ കൗൺസിൽ മുന്നോട്ട് വെക്കുന്നത്. അതോടൊപ്പം തന്നെ ഞങ്ങൾക്ക് സാധ്യമായ ഇത്തരത്തിൽ കാന്തപുരത്തിന്റെ ഉൾപ്പെടെയുള്ള ബന്ധങ്ങൾ ഉപയോഗപ്പെടുത്തിക്കൊണ്ട് ആ ചർച്ചകൾ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇപ്പോഴും ഈ മിനിയാന്ത് ഇക്കാര്യത്തിനകത്ത് ഒരു തീരുമാനമായെങ്കിൽ പോലും ഇനിയും ഞങ്ങൾ ആ ചർച്ചകൾ അവസാനിപ്പിച്ചിട്ടില്ല. ആ ചർച്ചകൾ തുടർന്നുകൊണ്ടിരിക്കുകയാണ്. ആ ചർച്ചകൾ തുടർന്നുകൊണ്ടിരിക്കും. അതിൽ ഒരു തീരുമാനം എത്തുന്നത് വരെ. ഏതായാലും ആശ്വാസകരമായ വാർത്ത എന്ന് പറയുന്നത് വധശിക്ഷയിൽ നിന്ന് നിമിഷപ്രിയയ്ക്ക് മോചനം ലഭിച്ചിരിക്കുന്നു. ഇനി മറ്റു കാര്യങ്ങളെ സംബന്ധിച്ചുള്ള തുടർ ചർച്ചകൾ ആവശ്യമാണ്. ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽ തുമ്പിലറിയാൻ സീ മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം.